സാധനം മേടിക്കണ്ടേ? എന്തിരുന്ന് വായിക്കൊന്നും വേണ്ട, അവിടെ കൊണ്ട് കൊടുത്താൽ മതി, അവരെടുത്തു തരും. കേട്ടാ? നീ എന്താ പലചരക്ക് കട തുടങ്ങാൻ പോണ്ട? പലചരക്ക് കട തുടങ്ങാൻ പോകണ്ടോന്ന്? എന്തിനൊക്കെ സാധനങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരിക്കണേ? ഇത് കണ്ട പച്ചക്കറിയൊക്കെ എഴുതി കൂട്ടിരിക്കണത്. തക്കാളി 1 കിലോ, കുമ്പളങ്ങ 1 കിലോ. നീ എന്തിനാണ് ഇത്ര കൂടുതൽ കുമ്പളങ്ങ എഴുതിയിരിക്കണേ? കുമ്പളങ്ങ കൊണ്ടാ നീ ചോറ് വെക്കണേ? എന്താണ് ഏട്ടാ? ഒരു കഷ്ണം എങ്ങാനും എടുത്തിട്ട് കൂട്ടാൻ വെക്കും, ബാക്കിയുള്ള മുഴുവൻ ഏതെങ്കിലും മൂല കൊണ്ടുപോയിക്കും. എന്നിട്ട് ചീഞ്ഞ് വളമായി കഴിഞ്ഞാൽ നേരെ എടുത്ത് തൊടിലിക്കാൻ. ഞാൻ കുമ്പളങ്ങ വെച്ച് പുളിശ്ശേരി വെക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കുറച്ചധികം വേണം. അതെ, ഈ പൈസ കിട്ടണത് മുഴുവൻ ഞാൻ ഏതോ വല്ല റോട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് മറ്റേ മമ്പട്ടിയും കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കൊത്തി കൊത്തി കളച്ചിട്ട് അതിന് വാരി കൊണ്ടുവരാന്ന് എന്റെ വിചാരല്ലേ? കഷ്ടം തന്നെ കേട്ടാ കാര്യം. ഈ കണക്ക് പറച്ചിൽ നിർത്തിക്കോ. പിന്നെ കണക്ക് പറയാതിരിക്കുവോ? പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഇവിടെ? ഓരോരോ വീട്ടിൽ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന പൈസ എത്ര സൂക്ഷിച്ചാൽ ചെലവാക്കുന്നതെന്ന് അറിയോ? ഇവിടെ നീയാണെങ്കിലോ എൻ്റെ അമ്മ 10 ഉറുപ്പ്യ കിട്ടിയ 25 ഉറുപ്പ്യ അങ്ങ് ചെലവാക്കും, എന്നാലേ സമാധാനാവും. എനിക്ക് പറ്റില്ല അങ്ങനെ പട്ടിണി കിടന്ന് പൈസ ഇങ്ങനെ ഉണ്ടാക്കാൻ. നിന്നോട് പട്ടിണി കിടക്കാന്നല്ലോ പറഞ്ഞത്. മാന്യമായിട്ട് കഴിയാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ വീട്ടിലില്ലേ? പക്ഷെ ചെയ്യൂല. ഒരു കാര്യം ചെയ്യാം, ലിസ്റ്റ് ഇങ്ങോട്ട് തന്നെ. അതെ, ദൂരത്തടിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം പൈസ ഉണ്ടാക്കണം കേട്ടാ. അധ്വാനിക്കുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. നിനക്ക് ദൂരത്തടിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ PSC മറ്റേ പുസ്തകങ്ങളും തേങ്ങയും മാങ്ങയൊക്കെ കുറേ കൊണ്ടുവിട്ടിട്ടുണ്ടല്ലോ. വല്ലതെടുത്ത് മറിച്ച് നോക്ക്. അത് മാത്രം ചെയ്യൂല. എന്നിട്ട് അത് പഠിച്ചിട്ട് വല്ല ജോലിയും കിട്ടിയിട്ട് അതിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നീ ചിലവാക്ക്. അപ്പോൾ ആരും നിന്നെ ഒന്നും പറയില്ല. ഞാനിത് രാവിലെ മുതൽ വെയിലും കൊണ്ട് മഞ്ഞും കൊണ്ട് പോസ്റ്റിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ല. ഭൂമിയെ പോലെയാണ്. ഞാൻ ജോലി ഉണ്ടാക്കിയേക്കോളാം. ഇന്നിപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഈ അരി 1/4 കിലോ മതി. പിന്നെ കടുക് ഒരു 5 എണ്ണം എണ്ണി മേടിക്കേ. പച്ചമുളക് അതുപോലെ തന്നെ 2-3 എണ്ണം മതി. ബാക്കി പച്ചക്കറി ഇച്ചിരി വാങ്ങിയാൽ മതി. അപ്പം ഇന്നത്തേക്ക് ആവുമല്ലോ. പിന്നെ നാളെ വീണ്ടും പോയി വാങ്ങിയാൽ മതി. അപ്പം ഈ ദൂരത്താവില്ലല്ലോ. മതിയാവും. ഇതിന് ഒരു കുറവുണ്ടാവരുത്. എന്തെന്നോ? എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയാം. അതിന് നിന്നെ കഴിച്ച ബാക്കി ആളുള്ളൂ കേട്ടാ. പിന്നെ അല്ലാതെ ഇതിന് ഞാൻ എന്താ പറയണ്ടേ? ഇപ്പം നീ പറഞ്ഞാലും ഞാനെങ്ങനെ സമാധാനം പറയണ്ടേ? ഈ കഴിക്കണേനൊക്കെ കണക്ക് പറയാൻ തുടങ്ങിയാൽ ഭയങ്കര കഷ്ടാ. എടി കുറേശ്ശെ വാങ്ങിയാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ കുറേശ്ശെ നിങ്ങൾ പറഞ്ഞ എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇവിടെ ഒരു വോയിസും ഇല്ലല്ലോ. വേണ്ട, ഞാൻ ഇനി ജോലിയൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പൈസ കിട്ടിയിട്ട് ഇത് വാങ്ങിക്കോളാം. അതുവരെ കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി അരി ഇരിപ്പുണ്ട്. കഞ്ഞിയും കുറച്ച് അച്ചാറും തരാം. മതിയാവോ? ഉച്ചയ്ക്ക് അത് മതിയാവോ? മതിയോ? എന്ത് വേണ്ടാന്നേ? എനിക്ക് ശമ്പളം കിട്ടുമ്പോ ഞാൻ വാങ്ങിക്കോളാം. ഞാൻ കുറേശ്ശെ വാങ്ങിക്കാൻ. എനിക്ക് ചിരിയൊന്നും വന്നില്ല. ചിരിക്കണ്ട. കുറച്ച് വാങ്ങിച്ചാ മതി. എടുത്താ ശരി കേട്ടാ. മോൻ തെളിയാത്ത എന്റെ മുഖം ഇങ്ങനെയാ. ചുമ്മാ ഒരു പണിയില്ലാത്തോണ്ടേ. ചുമ്മാതെയാ? എന്തായി നേരത്തെ? ഒന്നുമില്ല. അടുത്ത ആഴ്ച എനിക്കറിയാം. അടുത്ത ആഴ്ച കുറച്ച് ദിവസം എന്റെ കാര്യത്തിൽ തീരുമാനമായി. ജില്ലാ സമ്മേളനം കൊല്ലത്ത് വെച്ചാ. 3 ദിവസം. അപ്പൊ ഉണ്ടാവില്ലല്ലോ. ഇല്ല. നന്നായി. ഞാനും അതിനെ ആലോചിച്ച. നന്നായി. കുറച്ച് സമാധാനം കിട്ടുമല്ലോ. ഒരു മാസത്തേക്കുള്ളത് എന്തിനെങ്കിലും പോ.
ഞാനും ആലോചിക്കണ്ട, ഞാനിത് അങ്ങോട്ട് പറയാതിരിക്കുന്നു. എന്തിനാ ആലോചിക്കണം? അങ്ങ് പോയിക്കൊള്ളണം. നിന്റെ മനസ്സിലും അത് തന്നെയല്ലേ? അതെ അതെ അതെ. പിന്നെ നമുക്ക് ആലോചിച്ചൂടെ എങ്ങനെ? പിന്നെ ഈ കാലുണ്ടല്ലോ ഇത് രണ്ടെണ്ണം, ഇത് ഞാനങ്ങ് അടിച്ചൊടിക്കും, എന്നിട്ട് ഇവിടെ ഇടും. അറിയില്ലേ? അയ്യേ, ഉള്ളാൻ പോവാൻ എന്തൊരു ഇഷ്ടാ. പിന്നെ ഒരെണ്ണം പൊട്ടിച്ചേക്ക്. വേണ്ട, എനിക്കെന്താ ഇറങ്ങൂലേ? ഉണ്ടല്ലോ ഒരുത്തി അവിടെ ഇരിക്കണില്ലേ, ചമ്മന്തി ചമ്മന്തി വെള്ള ചമ്മന്തി. എന്താ പുസ്തകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഹായ് കാണിച്ചു, മൈൻഡ് ചെയ്തില്ലടി തന്നെ. എന്തിനു വീണ്ടും പഠിക്കാൻ പോവാള്? നിങ്ങളെ അവള് കല്ല് വെച്ചെറിയാഞ്ഞത് നന്നായി. രാവിലെ ഭയങ്കര യുദ്ധം കഴിഞ്ഞിരിക്കുക അവിടെ. ആരുമായിട്ട്? കനകനായിട്ട്. എന്ത് കാര്യം? എന്താ അവൻ കളിയാക്കിയിരുന്ന. അവളെന്തോ ചെലവ് ചെയ്യണതിന്റെ കണക്ക് പറഞ്ഞു എന്നോ, ജോലി ഇല്ലാന്ന് പറഞ്ഞ് കളിയാക്കിന്നോ, അവന്റെ പൈസ മുടിപ്പിക്കാനുണ്ടായതാണെന്ന് പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞു. ഭയങ്കര പ്രശ്നം. ഇനി ജോലി മേടിച്ചിട്ടേ അടങ്ങുള്ളൂ. നിന്റെ ആങ്ങളല്ലേ, അവൻ കണക്കും പറയും, പറഞ്ഞ മാതിരി കുറ്റപ്പെടുത്തുകയും ചെയ്യും. എല്ലാവരോടൊന്നും ഇല്ല, വകതിരിവില്ലാത്തവരോടേ ഉള്ളൂ. കൊള്ളാം കൊള്ളാം, എനിക്കറിയാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പോങ്ങന്റെ കൂടെ അല്ലായിരുന്നെങ്കിൽ ഈ പെങ്കൊച്ചിന് എന്നേ ജോലി കിട്ടിയെന്ന് അറിയാമോ. അവൻ പഠിക്കാനും വിടില്ല, പഠിപ്പിക്കാനും വിടില്ല. ഈ പോസ്റ്റ് കയറി ഉണ്ടല്ലോ, അവൻ അതല്ലേ അറിയാവൂ. ഇനി അവനെക്കാളും മേളിൽ എത്തിപ്പോണെങ്കിലോ അവള്. പക്ഷെ ഞാൻ പറയുന്നത് അവള് പഠിച്ചൊരു ജോലി മേടിക്കണം, എന്നിട്ട് അവനെക്കാളും മേളിലൊരു ഇതിലെത്തും വേണം. നിങ്ങളെപ്പോലെ ദുഷിച്ച മനസ്സ് അവനില്ല. പിന്നെ അതില്ലാന്ന്, അതുകൊണ്ടല്ലേ ഇപ്പൊ രാവിലെ കണക്ക് പറഞ്ഞിട്ട് പോയിന്ന് പറഞ്ഞേ. അത് അവന്റെ ഭാര്യനോടല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ? അല്ല, ആരുടെ ഭാര്യയുടെ ആയാലും കണക്ക് പറയണത് അത് മോശം തന്നെയാണ്. ചിലവാക്കി കണക്ക് പറഞ്ഞ മോശമൊന്നുമില്ല. ഒരു പണിയും മേലില്ലാത്തവരോട് കണക്കൊക്കെ പറയാം. ആർക്കാണ് പണി ഇല്ലാത്ത? എനിക്ക് ഞാൻ പറയോ കൂടുതൽ ഇങ്ങോട്ട് ആക്കല്ലേ. നീ ഇതാണ്ട ഇത് കണ്ടോ, ഈ വെള്ളയും വെള്ളയിലും വില നിനക്ക് അറിയണമെങ്കിൽ നീ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരെടുത്ത് ചോദിക്കണം ക്ലീറ്റസ് ആരാണെന്നും ക്ലീറ്റസിന്റെ ഭാര്യയാണെന്നും നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ പെണ്ണെ, എന്താ പെണ്ണെ പുറകേന്ന് വിളിക്കല്ലേ. എല്ലാം എടുത്തോ? എല്ലാം എടുത്തോ, എനിക്ക് അറിയാം. പൈസ ഒക്കെ എടുത്തു വെച്ചോ, നോക്ക്. ആവശ്യത്തിനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. ഞാനും കൂടി വരാന്ന് പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. എന്തിനാ? അത് ദൂരത്തല്ലേ. എന്റെ പരീക്ഷ എഴുതാൻ ഞാൻ ഒരാൾ പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. പിന്നെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിന് ചെലവ്, വണ്ടിക്ക് കൂലി അത്രയാകും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട്. കാര്യമുണ്ട്, എനിക്കറിയാം. ഞാൻ കഴിച്ച കുമ്പളങ്ങയ്ക്ക് വരെ കണക്ക്. ശരിക്കല്ലേ, എന്റെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. പണ്ടേ ഞാൻ ഈ വാശി കാണിക്കേണ്ടതായിരുന്നു. എടി, നീ PSC പരീക്ഷയ്ക്ക് പോണല്ലേ ഉള്ളൂ. ഇനി PSC പരീക്ഷ എഴുതി അത് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ആദ്യത്തെ കുറച്ച് ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജോലിയെ കിട്ടൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പരീക്ഷ എന്തായാലും ഞാൻ ജയിക്കും. കാരണം ഞാൻ ദൈവത്തിനോട് അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കണക്ക് പറച്ചിലൊന്നും കേൾക്കണ്ടല്ലോ. എനിക്ക് ശമ്പളം കിട്ടിയാ പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റേ ഹാൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ കാര്യം നോക്കാൻ ഞാൻ സ്വയം പര്യാപ്ത ആയേ പറ്റുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു. ശരി. അയ്യോ വേണ്ട, ഓട്ടോറിക്ഷയ്ക്ക് ആകുമ്പോ അധിക ചെലവല്ലേ, 15 രൂപ കൂടുതലാവും. ഞാൻ ഇവിടെ നടന്നിട്ട് ഒരു ബസ്സിൽ കയറി പോയിക്കോ. അല്ല, ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് ദേഷ്യപ്പെട്ട് പോയാലേ ഞാൻ ജയിക്കുള്ളൂ. എനിക്ക് വാശിയുണ്ട്, നല്ല വാശിയുണ്ട് കേട്ടാ. PSC പരീക്ഷ അവക്കും വിവരം വെച്ച് നീ അല്ലെങ്കിലും പോരടാ. നീ പോരാ. ഈ പോക്ക് കണ്ടിട്ടുണ്ടല്ലോ, ഇപ്രാവശ്യം മൊയില് ചാവും. ചക്ക വീണാലല്ലേ ചാവൂ. ചക്കയും വീഴും, മൊയിലും ചാവും. എന്തായാലും എഴുതട്ടെ. അവക്ക് ജോലി ഒന്ന് കിട്ടിയിട്ട് വേണം. അവളെ കൂടെ പിഴിയാ. എടാ, അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി കണക്ക് പറച്ചിൽ കൂടുതലാ. അത് ഇതോടുകൂടി അവസാനിക്കും. നിന്റെ അഹങ്കാരത്തിന് ഇവിടെ ഇങ്ങനെ നിൽക്കണ 2 കൊമ്പുണ്ടല്ലോ, അത് അവളിങ്ങനെ ഒടിക്കും. അതെനിക്ക് ഇവിടെ നിന്ന് കാണണം. എന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല.